എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിനകം ഡിസ്കസ് ചെയ്തു. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മാരേജ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ആൻഡ് ബി ആർ 2 ടഗ് ഓഫ് വാർ ടീംസ് ഓഫ് എ സ്കൂൾ വിത്ത് 8 മെമ്പേഴ്സ് ഈച്ച്. വടംവലി ടീംസാണ്. ഓരോ ടീമിൽ എത്ര പേരുണ്ട്? 8 മെമ്പേഴ്സ് ആണുള്ളത്. ദ ആവറേജ് വെയ്റ്റ് ഓഫ് വൺ മെമ്പർ ഇൻ ടീം എ ഈസ് 54 കിലോഗ്രാം ആൻഡ് ദാറ്റ് ഓഫ് ടീം ബി ഈസ് 55 കിലോഗ്രാം. അപ്പോൾ ആവറേജ് വെയ്റ്റ് എന്ന് പറയുന്നത് എ ടീമിലുള്ളത് 54 കിലോഗ്രാമും അതേപോലെ ബി ടീമിലുള്ളത് 55 കിലോഗ്രാമുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ വൺ മെമ്പർ ലിഫ്റ്റ്, ഒരു മെമ്പർ പോയി. വെൻ വൺ മെമ്പർ ലെഫ്റ്റ് ആൻഡ് അനദർ വൺ ജോയിൻഡ് ഇൻ ടീം എ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ആവറേജ് വെയ്റ്റ്. ഫൈൻഡ് ദ വെയ്റ്റ് ഓഫ് ദ ന്യൂ മെമ്പർ. അപ്പോൾ ഒരു മെമ്പർ ഇതിൽ നിന്ന് പോയി, എന്നിട്ട് പുതിയ ഒരു മെമ്പർ വന്നു. പക്ഷേ വെയ്റ്റിനൊന്നും വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ എത്രയാണ് പുതിയ ആളുടെ വെയ്റ്റ് എന്നാണ് ചോദിച്ചത്. ആകെ നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? 8 ആണ്. 8 മെമ്പേഴ്സാണുള്ളത്. ആവറേജ് വെയ്റ്റ് ഓഫ് ടീം എയുടെ ആവറേജ് വെയ്റ്റ് 54 കിലോഗ്രാം ആണ്. ടോട്ടൽ വെയ്റ്റ് ഓഫ് 8 മെമ്പേഴ്സ്. അപ്പോൾ 8 മെമ്പേഴ്സിൻ്റെ ടോട്ടൽ വെയ്റ്റ് നമ്മൾ കാണണം. എങ്ങനെ കാണും? ആവറേജ് 54 ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 8 ടോട്ടൽ കാണാൻ ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 8 × 4 32, ബാലൻസ് 3. 8 × 5 43. ഇപ്പോൾ 432 കിലോഗ്രാം ആണ്. ഇനി പുതിയൊരാൾ വന്നതാണ്. പുതിയ ആൾ വന്നപ്പോൾ അയാളുടെ ആവറേജ് ഒന്നും വ്യത്യാസപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പുതിയ ആൾ കാണുമ്പോൾ 9 ആളെ വെച്ചിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 486 ആണ്. 486 ആണ്. അപ്പോൾ പഴയത് എത്രയാണ്? 432. 8 ആളുണ്ടാകുമ്പോൾ 432 ആണ്. 9 ആളുള്ളപ്പോൾ 486 ആണ്. അപ്പം വെയ്റ്റ് ഓഫ് ന്യൂ മെമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 486 432 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 54 കിലോഗ്രാം കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതാണ് ചെയ്യേണ്ടത്. ആദ്യം ഇത്ര ആവറേജ് വെയ്റ്റ് ഇത്രയാണ്. ഒരാൾ വന്നപ്പോൾ ആവറേജ് വെയ്റ്റ് കൂടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേ വെയ്റ്റ് കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? ടോട്ടൽ വെയ്റ്റ് ഓഫ് 8 മെമ്പേഴ്സ് ഇൻ എ ടീം ഷുഡ് നോട്ട് എക്സീഡ് 435 കിലോഗ്രാം. ക്യാൻ എ ടീം ആൻഡ് ബി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ? വൈ? അപ്പോൾ ടോട്ടൽ വെയ്റ്റ് ഓഫ് 8 മെമ്പേഴ്സ്, 8 മെമ്പേഴ്സിൻ്റെ ടോട്ടൽ വെയ്റ്റ് 435 കൂടാൻ പാടില്ല. അപ്പോൾ എക്കും ബിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വെയ്റ്റ് ഓഫ് എ മെമ്പർ ഓഫ് ടീം എ നമ്മൾ നേരത്തെ ചെയ്തു. 8 × 54. 8 × 54 ചെയ്തപ്പോൾ നമുക്ക് 432 ആണ് കിട്ടിയത്. അതേപോലെ തന്നെ ടീം ബീൻ്റെ വെയ്റ്റ് നമ്മൾ നോക്കുക. 8 × 55 ആണ്. അപ്പോൾ 440 കിലോഗ്രാം ആണ് എന്ത് വരുന്നത്? ടീം ബിയുടെ വരുന്നത്. അപ്പോൾ ആർക്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക? 432 കിലോഗ്രാം ഉള്ള ടീം എക്ക് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം 435 കൂടുതലായ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ മെമ്പർ ഓഫ് വെയ്റ്റ് 60 കിലോഗ്രാം ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ടീം having more total weight. Find the maximum possible weight of new member. അപ്പോൾ എ മെമ്പർ ഓഫ് വെയ്റ്റ് 60 കിലോഗ്രാം, 60 കിലോഗ്രാം ഉള്ള ഒരാൾ ടീമിൽ നിന്ന് ടീമിൽ നിന്ന് പോയി. ഫൈൻഡ് ദ മാക്സിമം പോസിബിൾ വെയ്റ്റ് ഓഫ് ന്യൂ നമ്പർ. അപ്പം ന്യൂ മെമ്പറിൻ്റെ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ വെയ്റ്റ് ഓഫ് ബി ടീം എത്രയായിരുന്നോ? 440 കിലോഗ്രാം ആണ്. 440 കിലോഗ്രാം ആണ് ടോട്ടൽ വെയ്റ്റ് ഓഫ് ടീം ബി. വെയ്റ്റ് ഓഫ് ടീം ബി ഓഫ് ആഫ്റ്റർ എക്സ്ക്ലൂഡിങ് എ മെമ്പർ ഓഫ് വെയ്റ്റ് 60 കിലോഗ്രാം. അപ്പോൾ 440 ഉള്ളതിൽ നിന്ന് 60 കിലോഗ്രാം ഉള്ള ഒരാൾ പോയി. അപ്പോൾ നമ്മൾ എത്രയായി? 440 മൈനസ് 60, 440 മൈനസ് 60, ദാറ്റ് ഈസ് 380 കിലോഗ്രാം. അപ്പോൾ മാക്സിമം പോസിബിൾ വെയ്റ്റ് ഓഫ് ദ ന്യൂ മെമ്പർ എത്രയായിരിക്കും? 435 മൈനസ് 380. 435 മൈനസ് 380.
ഇവിടെ എങ്ങനെ 435 വന്നത്? കാരണം 435 അത്രേ ഉള്ളൂ പറ്റുക. നമ്മുടെ മാക്സിമം വെയിറ്റ് 435 ഉള്ളൂ പറ്റുക നമ്മുടെ ടീമിന് പങ്കെടുക്കാൻ. അപ്പോൾ 435 മൈനസ് 380 55 കിലോഗ്രാം. ഇനി നമുക്ക് അടുത്തൊരു നോക്കാം. സർക്കിൾ ആൻഡ് പാർട്ട്. വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? ഇത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 40 ഡിഗ്രിയാണ്, 40 ഡിഗ്രിയാണ്. അപ്പോൾ 40 ഡിഗ്രി ഇതിൻ്റെ എത്ര പാർട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എത്രയാണ്, 360 ആണ് നമ്മുടെ ഒരു സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള ആംഗിൾ. അപ്പോൾ നമുക്ക് 360 ആണല്ലോ ടോട്ടലിൽ 40 ആണ് നമുക്ക് കാണേണ്ടത്. 40/360 എന്ന് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്തു 1/9. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1/9 പാർട്ട് എന്ന് പറയാം. അപ്പോൾ അൺഷെയ്ഡഡ് പാർട്ട് എന്തായിരിക്കും? ഇത് 1/9 ആണെന്ന് വെച്ചാൽ അൺഷെയ്ഡഡ് എത്രയായിരിക്കും? 8/9 ആണ്. പിന്നെ ഇനി ഡ്രോ എ സർക്കിൾ ആൻഡ് ഷെയ്ഡ് 5 12 പാർട്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം 5 12 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആദ്യം നമ്മൾ 5 12 അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ 12 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. എന്നാലേ നമുക്ക് എത്ര ആംഗിളിൽ വരയ്ക്കാൻ പറ്റുമെന്നുള്ള അറിയുള്ളൂ. അപ്പം ഇവിടെ 12 പാർട്ടാക്കി എന്നല്ല പറഞ്ഞത്. അപ്പം 360 ഡിവൈഡഡ് ബൈ 12. എന്താണ് 360 ഡിവൈഡഡ് ബൈ 12? അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 30 ഡിഗ്രി കിട്ടും. 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 30 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇനിയാണ് നമ്മൾ ഓരോ ആംഗിൾ എന്താണ് 30 ഡിഗ്രി വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം. 30 ഡിഗ്രി വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 12 അങ്ങനത്തെ ഈക്വൽ പാർട്ട് കിട്ടും. അങ്ങനെ 12 ഈക്വൽ പാർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 30 ഡിഗ്രി വെച്ച് വരച്ചാൽ നമുക്ക് 12 ഈക്വൽ പാർട്ട് കിട്ടും. ഓക്കെ, 12 ഈക്വൽ പാർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 12ൽ 5 എണ്ണം മാത്രം ഷെയ്ഡ് ചെയ്താൽ മതി. 12ൽ 5 മാത്രമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇനി ഓറഞ്ച് ജ്യൂസ്. 3 liters ഓഫ് orange juice in a vessel is equally poured into 4 bottles. 3 ലിറ്റർ ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, അത് 4 ബോട്ടിലേക്കായിട്ട് ഈക്വലി പോർ ചെയ്തു. ഇനി ആദ്യത്തെ ചോദ്യം ഇതാണ്, ഹൗ മെനി ലിറ്റേഴ്സ് ഫോർ ഓറഞ്ച് ആർ ദർ ഇൻ എ ബോട്ടിൽ? ഒരു ബോട്ടിൽ എത്ര ഉണ്ടാവും എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഓറഞ്ച് ജ്യൂസ് ഇൻ ദ ബോട്ടിൽ ഈസ് പോർഡ് ഈക്വലി ഇൻറ്റു 3 cups. ഇതിലുള്ളത് ഈക്വലായിട്ട് 3 കപ്പിലേക്ക് പോർ ചെയ്തു. റൈറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ച് ജ്യൂസ് ഇൻ 1 cup. അപ്പോൾ 1 കപ്പിലുള്ളത് എത്രയാണെന്ന് എഴുതാനാണ് പറഞ്ഞത്. 1 fraction ഓഫ് ദ ഓറഞ്ച് ജ്യൂസ് ഇൻ ദ വെസൽ ഡസ് ഈച്ച് കപ്പ് കണ്ടെയ്ൻസ്. അപ്പോൾ ഓരോ കപ്പും കണ്ടെയ്ൻസ് ചെയ്യുന്നത് എത്ര പാർട്ടാണ്, അതിൻ്റെ ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കൂ, നമ്മൾ 3 ലിറ്ററാണ് ജ്യൂസ് ഉള്ളത്. 4 ബോട്ടിലേക്ക് നമുക്ക് അത് പോർ ചെയ്യണം. ദ ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ച് ജ്യൂസ് ഇൻ 1 ബോട്ടിൽ. അപ്പോൾ ഓരോ ബോട്ടിലും എത്ര ഉണ്ടായിരിക്കും? 3/4 ആണ് ഉണ്ടാവുക. അതായത് 3/4 ലിറ്ററാണ് ഓരോന്നിലേക്കും നിറയ്ക്കാൻ പറ്റുന്നത്. അതെങ്ങനെ കിട്ടി? 3 × 1/4 അല്ലേ? 3 × 1/4 ചെയ്താൽ 3/4. അതായത് 3നെ നമുക്ക് 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. 3 × 1/4. അപ്പം നമുക്ക് 3/4 കിട്ടി. അപ്പം നമ്മുടെ ആദ്യത്തേൻ്റെ ആൻസർ എത്രയാണ്? 3/4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓറഞ്ച് ജ്യൂസ് ഇൻ ദ ബോട്ടിൽ ഈസ് പോർഡ് ഈക്വലി ഇൻറ്റു 3 cups. പിന്നെ ഈ 3/4 ആണ് ഈ ഒരു ബോട്ടിലുള്ളത്. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ആയപ്പോൾ 3/4 കിട്ടി. ഇനി ഇതിനെ എന്താക്കണം? 3 കപ്പിലേക്ക് നമുക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 കപ്പ് എന്ന് പറയുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/3 ആണ്. ഓക്കെ, 4 കപ്പ് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ 1/4 ആണ്. ഇനി 5 കപ്പാണ് വന്നതെങ്കിൽ 1/5 അങ്ങനെ പോകും. അപ്പോൾ 3/4 × 1/3. അപ്പോൾ 3നെയും കട്ട് ചെയ്തു. ലാസ്റ്റ് എത്ര ഉള്ളത്? 1/4. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എത്രയാണ്? 1/4 ലിറ്റർ. ഇനി അടുത്ത എന്താണ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഓറഞ്ച് ജ്യൂസ് ഇൻ ദ വെസൽ ഡസ് ഈച്ച് കപ്പ് കണ്ടെയ്ൻസ്? ഇതിൻ്റെ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇവിടെ എത്രയാണ്? 1/4 ലിറ്റർ ആണുള്ളത്. ഇത് 1/3 ലിറ്ററാണ്. ഇനി ഇത് എത്ര ഇതിൻ്റെ ഭാഗമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 1/4 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 3
3 എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്മൾ 3/1 ആണ്. അപ്പോൾ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1/3. അപ്പോൾ നമ്മൾ 1 × 1 1/12. ഓക്കെ. അപ്പോൾ 1/12 പാർട്ട്, ഇതിൻ്റെ 1/12 പാർട്ടാണ് ഈ കപ്പിലുള്ളത്.